ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിലാവിഗ്രഹം ഇവിടെയുള്ള ഗുരുദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ 13ാമത് വാർഷികത്തിലാണ് നാം ഇവിടെ പങ്കുചേരുന്നത്. പ്രതിഷ്ഠയാണ്, ഗുരുപ്രതിഷ്ഠ, ഗുരുവിൻ്റെ പ്രതിഷ്ഠയാണ്. അതിൻ്റെയാണ് 13ാമത്തെ വാർഷികം. ശ്രീനാരായണ ഗുരുദേവനെ സാധാരണ സങ്കല്പങ്ങൾക്കും അതീതമായി ഒരു ക്ഷേത്രം നിർമ്മിച്ച് അവിടെ ഗുരുദേവൻ്റെ ശിലാവിഗ്രഹം പ്രതിഷ്ഠിച്ച് സമാരാധന ചെയ്യുന്ന നിങ്ങളെ എല്ലാവരെയും ഈ അവസരത്തിൽ ഗുരുദേവൻ്റെ സന്യസ്ത ശിഷ്യ പരമ്പരയുടെ പേരിൽ, ശിവഗിരി മഠത്തിൻ്റെ പേരിൽ ആദ്യം തന്നെ ഞാൻ അഭിനന്ദിച്ചു കൊള്ളുന്നു. ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് ബഹുമുഖമായ സങ്കല്പങ്ങളുണ്ട്. ഗുരു വലിയൊരു സാമൂഹിക പരിഷ്കർത്താവാണെന്നും ഒരു സാമൂഹിക വിപ്ലവകാരിയാണെന്നും നവോത്ഥാന നായകനാണെന്നും അതല്ല സമുദായത്തിൻ്റെ ആചാര്യനാണ് എന്നും സ്വതന്ത്രചിന്തകനാണെന്നും യുക്തിചിന്തകനാണെന്നും എന്നൊക്കെയുള്ള നിരവധി കാഴ്ചപ്പാടുകളുണ്ട്. അക്ഷരാർത്ഥത്തിൽ തന്നെ ശ്രീനാരായണ ഗുരു ബഹുമുഖ പ്രതിഭയായിരുന്നു. ഗുരു സാമൂഹ്യ പരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും തെറ്റല്ല. പക്ഷെ അത് പൂർണ്ണമായ ശരിയല്ല. അത് ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. മഹാത്മാഗാന്ധി ഒരു വക്കീലാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ? അത് മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ്. മഹാത്മാഗാന്ധിയെ ഒരു വക്കീലായി കാണുന്നത് പോലെയാണ് ശ്രീനാരായണ ഗുരുവിനെ സാമൂഹ്യ പരിഷ്കർത്താവായും സാമൂഹ്യ വിപ്ലവകാരിയായും മറ്റും കാണുന്നത്. ശ്രീനാരായണ ഗുരു ആര് എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരു ഒരു ലോക ഗുരുവാണ്. ആരെപ്പോലെ എന്ന് ചോദിച്ചാൽ, ശ്രീബുദ്ധനെ പോലെ, യേശു ക്രിസ്തുവിനെ പോലെ, ശങ്കരാചാര്യരെ പോലെ ഒക്കെയുള്ള ഒരു ലോക ഗുരുവാണ്. എങ്ങനെയാണോ ഒരു ക്രൈസ്തവൻ ക്രിസ്തുദേവനെ ആരാധിക്കുന്നത്, അതുപോലെയാണ് ശ്രീനാരായണ സമൂഹം. അതിനു ഉപരിയായിട്ടാണ് ഗുരുദേവന് സമാരാധന ചെയ്യുന്നത്. ഇപ്പം ചിലർക്കൊരു ചിന്ത തോന്നാം, ക്രിസ്തുദേവൻ ലോകം മുഴുവൻ പ്രചരിച്ചു നിൽക്കുന്നൊരു വലിയ തത്വമാണ്, വലിയൊരു മതമാണ്. ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞാൽ അത് കേരളക്കരയിലും മലയാളികളുടെ ഇടയിലും പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലുമൊക്കെ പ്രചാരം നേടിയിട്ടുള്ളൊരു മഹാത്മാവാണ്. ആ മഹാത്മാവിനെ ക്രിസ്തുദേവനുമായി ചേർത്ത് വെക്കാമോ? സഹോദരങ്ങളെ, ക്രിസ്തുദേവൻ ജീവിച്ചിരുന്നത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതം ഇപ്പോൾ 171 വർഷമേ ആയിട്ടുള്ളൂ. ഗുരുദേവൻ തിരുവവതാരം ചെയ്തിട്ട് 171 വർഷം. ഈ 171 വർഷത്തിനിടയിൽ ഗുരുവിൻ്റെ പാവനമായ ജീവിതവും ദർശനവും ഈ കേരളക്കരയിൽ ഗ്രാമാന്തരങ്ങളിലൂടെയും ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും, ഇന്ത്യക്ക് വെളിയിൽ ഒരു 10-20 രാജ്യങ്ങളിലുമായി ഗുരുദേവ സന്ദേശത്തിന് പ്രചാരം ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തുദേവൻ്റെ കോശാരോഹണം കഴിഞ്ഞ്
പിന്നീട് 250 വർഷം കഴിഞ്ഞാണ് ക്രിസ്തുമതം, ക്രിസ്തു ദർശനം, മഹാരാജാക്കന്മാരുടെ, ചക്രവർത്തി തിരുമനസ്സുകളുടെ, അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന പല പല ഗവൺമെൻറ്റുകളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമത പ്രചാരം ഉണ്ടായത്. നബിയുടെ ജീവിത ദർശനവും അതുപോലെ തന്നെയാണ്. ശ്രീനാരായണ ഗുരുദേവൻ 1855 ജനിച്ചു. 1928 മഹാസമാധിയായി. 73 വർഷമാണ് ഗുരു ശരീരത്തോടെ ഇരുന്നത്. ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചപ്പോൾ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മുഖപത്രമായ സനാതന ധർമ്മം എഴുതിയ മുഖപ്രസംഗം നിങ്ങളൊന്ന് വായിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ശിവഗിരിയിൽ വന്നാൽ ശിവഗിരിയിലെ പുസ്തകശാലയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹാസമാധി എന്നൊരു പുസ്തകമുണ്ട്. ഞാൻ തന്നെ തയ്യാറാക്കിയതാണ്. അതിനകത്ത് അക്കാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും ദീപികയും അടക്കമുള്ള അക്കാലത്തെ പത്രങ്ങളൊക്കെ ഒരു 10-30 പത്രങ്ങൾ എഴുതിയ എഡിറ്റോറിയലുകൾ ഞാൻ സമാഹരിച്ച് ചേർത്തിട്ടുണ്ട്. അക്കാലത്തെ മഹാകവികൾ എഴുതിയ കവിതകളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട്. അതിൽ ഈ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സനാതന ധർമ്മം, തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബെസൻ്റ് വിദേശ വനിതയായിരുന്നുവെന്ന് നമുക്കറിയാം. ആ തിയോസഫിക്കൽ സൊസൈറ്റി എഴുതി കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി ശ്രീനാരായണ ഗുരുസ്വാമിക്ക് ലഭിച്ചതുപോലെ ഇത്ര സുദൃഢവും വ്യക്തവും സാർവജനീനവുമായ ഒരു സമാരാധന ഇന്ത്യയിൽ മറ്റൊരു മഹാത്മാവിനും ലഭിച്ചിട്ടില്ല. നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. സച്ചിദാനന്ദ സ്വാമി പറയുന്നതല്ല, ശിവഗിരിയിലെ സ്വാമിമാരോ SNDP യോഗത്തിൻ്റെ നേതാക്കന്മാരോ ആരും പറയുന്നതല്ല. ഒരു സ്വതന്ത്ര പ്രസ്ഥാനമായിട്ടുള്ള തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മുഖപത്രം എഴുതിയ ഏതാനും വരികളാണ്. കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനേകം 100 വർഷം ചേർന്ന ഒരു നൂറ്റാണ്ട്, അനേകം നൂറ്റാണ്ടുകൾ, ആയിരക്കണക്കിന് വർഷങ്ങൾ. ആ വർഷത്തിനിടയ്ക്ക് ഇന്ത്യയിൽ ശ്രീനാരായണ ഗുരുവിന് ലഭിച്ചതുപോലെ ഇത്രയും സാർവജനീനവും അന്യൂനവും ആയ ഒരു സമാരാധന മറ്റൊരു മഹാത്മാവിനും ലഭിച്ചിട്ടില്ല. സൂര്യനെ പോലെ സന്നിധി മാത്രം കൊണ്ട് ഗുരു ശാന്തിയും പ്രേമവും പ്രസരിപ്പിച്ചു. എന്നിട്ട് അവർ എഴുതുകയാണ്, ലോക ഗുരുക്കന്മാർ, ബുദ്ധനും ക്രിസ്തുവും നബിയും ശങ്കരാചാര്യരും പതഞ്ജലിയും മനുവും ലോക ഗുരുക്കന്മാർ. അതിൽ യോഗത്തിൽ പതഞ്ജലിയും, അഹിംസയിൽ ശ്രീബുദ്ധനും, സ്നേഹത്തിൽ യേശു ക്രിസ്തുവും, സാഹോദര്യത്തിൽ മുഹമ്മദ് നബിയും, ജ്ഞാനത്തിൽ ശങ്കരാചാര്യരും, ഭരണ നൈപുണിയിൽ മനുവും, ഈ മഹാത്മാക്കളുടെ എല്ലാവരുടെയും ഒന്നായ ഒരു കൂടിച്ചേരലായിരുന്നു ശ്രീനാരായണ ഗുരു. ആ മഹാത്മാവ് 73 വർഷം ലീലയാടി ഇതാ സ്വസ്ഥാനത്തേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു. നമ്മളിന്ന് സമാരാധന ചെയ്യുന്ന ലോക ഗുരുക്കന്മാരായ ബുദ്ധനും ക്രിസ്തുവും നബിയും ശങ്കരാചാര്യരും അടക്കമുള്ള ലോക ഗുരുക്കന്മാരുടെ ഈ ആദർശ സമുച്ചയം ഒന്നായി സമന്വയം പ്രാപിച്ച് ലോകത്തെ മുഴുവൻ ഒന്നായി ദർശിച്ചുകൊണ്ട്
ഒരു വിശ്വമഹാദർശനം ചമച്ച മഹാഗുരുവായിരുന്നു ശ്രീനാരായണ. ഗുരുവിനെ ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ കേരളക്കരയുടെ, ഈ ഒരു ഭാരതത്തിൻ്റെ, ഈ രാജ്യത്തിൻ്റെ ഒരു സങ്കല്പം എന്നതിനപ്പുറത്ത് ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ട ഒരു വിശ്വമഹാഗുരുവായി കാണാൻ, ആ രൂപത്തിൽ വിലയിരുത്തുവാൻ, പഠിക്കുവാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് സാധിക്കണം. ശ്രീനാരായണ ഗുരു ആദ്യമായി ലോകത്തിന് നൽകിയ സന്ദേശം ഏതാണ്? ഗുരുവിൻ്റെ ആദ്യ സന്ദേശം 33-ാം വയസ്സിൽ അരുവിപ്പുറത്ത് നിന്നും ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് നൽകിയതാണ് ആ സന്ദേശം. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത്. ജാതിഭേദമില്ലാതെ നായരെന്നോ നമ്പൂരിയെന്നോ ഈഴവനെന്നോ പുലയനെന്നോ പറയനെന്നോ ഈ വക ഭേദമൊന്നുമില്ലാതെ, മതദ്വേഷമില്ലാതെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഇസ്ലാമെന്നോ ബൗദ്ധനെന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ RSS എന്നോ ഈ വക ഭേദമൊന്നുമില്ലാതെ, ഏതുമില്ലാതെ മനുഷ്യ സാഹോദര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന യാതൊന്നുമില്ലാതെ സർവരും, സർവരും സർവ ഈഴവരും എന്നാണോ? സർവരും, സർവജനതയും, ഇന്ത്യയെന്നോ ഇറാനെന്നോ അമേരിക്കയെന്നോ കുവൈറ്റെന്നോ പാകിസ്ഥാനെന്നോ റഷ്യയെന്നോ ചൈനയെന്നോ ഈ വക ഭേദമൊന്നുമില്ലാതെ സർവരും, സർവജനതയും, സൂര്യന് കീഴിൽ സപ്തഭൂഖണ്ഡങ്ങളിൽ അധിവസിക്കുന്ന സർവ മനുഷ്യരും സഹോദരന്മാരായി കഴിയുന്ന ഒരു മാതൃകാലോകം, ഒരേക ലോകം, ഒരേക ലോക വ്യവസ്ഥിതി ഉണ്ടാകണം. ഇതിനാണ് ശ്രീനാരായണ ഗുരു തിരുവവതാരം ചെയ്തത്. ബുദ്ധൻ അവതരിച്ചു, ബുദ്ധമതമുണ്ടായി. ക്രിസ്തുവിൻ്റെ പേരിൽ ക്രിസ്തുമതമുണ്ടായി. നബിയുടെ പേരിൽ ഇസ്ലാം മതമുണ്ടായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരക്കാലത്ത് ഒരു ശ്രീനാരായണ മതത്തിന് തന്നെ രൂപം നൽകി. പക്ഷേ ശ്രീനാരായണ ഗുരു ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു വിശ്വമാനവീയ തത്വദർശനം പ്രവചനം ചെയ്യുകയാണ്. 33-ാമത്തെ വയസ്സിൽ ഗുരു ഈ സന്ദേശം നൽകിയെങ്കിൽ ഗുരുവിൻ്റെ ലക്ഷ്യം പിന്നീട് SNDP യോഗം സ്ഥാപിച്ചപ്പോഴും ശിവഗിരി മഠവും സന്യാസി സംഘവും സ്ഥാപിച്ചപ്പോഴും കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും സിലോണിലുമൊക്കെയായി ഗുരുദേവൻ 73 വർഷക്കാലം പ്രവർത്തിച്ചതും ഇന്ന് ഭാരതത്തിലും ഭാരതത്തിന് വെളിയിൽ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിരവധി ഗുരുദേവ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഈ കൊട്ടാരക്കരയിൽ SNDP യൂണിയൻ പ്രവർത്തിക്കുന്നതും ഈ SNDP യൂണിയൻ്റെ ശാഖയായി ചേത്തടിയിൽ നിങ്ങളൊരു ശാഖായോഗം സ്ഥാപിച്ച് ഗുരുദേവ പ്രതിഷ്ഠ നടത്തി സമാരാധന ചെയ്യുന്നതും എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയ ആദ്യ സന്ദേശത്തിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടി. ആരോട് ചോദിച്ചാലും, ആരും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും യാതൊരു മടിയും കൂടാതെ പറയണം, ശ്രീനാരായണ ഗുരു ലോകത്തിന് പ്രദാനം ചെയ്ത ഏക ലോക ദർശനത്തിൻ്റെ വക്താക്കളാണ്, അതിൻ്റെ ധർമ്മപ്രചാരകനാണ്, അതിൻ്റെ അനുയായികളാണ്
ഓരോരുത്തരുമെന്ന് പറഞ്ഞു കൊള്ളണം. അങ്ങനെയുള്ള ആ ഏകലോക ദർശനത്തിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടിയാണ് അരുവിപ്പുറത്ത് ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയത്. 33-ാമത്തെ വയസ്സിൽ നടത്തിയ ശിവപ്രതിഷ്ഠ. ആ ശിവനെ നോക്കിക്കൊണ്ട് ഗുരുദേവൻ എഴുതിയൊരു കൃതിയുണ്ട്, ശിവശതകം. ആ ശിവശതകം എന്ന കൃതിയുടെ അവസാനത്തെ പദ്യം, 100-ാമത്തെ പദ്യം നിങ്ങളെല്ലാം പഠിച്ചു വെക്കണം. ഈ 100-ാമത്തെ പദ്യം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ശിവശതകത്തിലെ 100-ാമത്തെ പദ്യം അറിയാവുന്നവരുണ്ടോ? ഉണ്ടാകണം. എല്ലാവരും പഠിച്ചു വെക്കണം. പദ്യം ഇങ്ങനെയാണ്: കുളിർമതി കൊണ്ട് കുളിർത്ത് ലോകമെല്ലാം ഒളിതിരളുന്നൊരു വെണ്ണിലാബു പൊങ്ങി തെളുതള വീശി വിളങ്ങി ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞു കാണണമേ, കാണണമേ, കാണണമേ. എനിക്ക് കാണണം. ഗുരു സങ്കല്പം ചെയ്യുകയാണ്. നമ്മളെല്ലാം സങ്കല്പം ചെയ്യണം. എന്താണ് കാണേണ്ടത്? ലോകമല്ല, കേരളമോ ഭാരതവുമല്ല, ലോകമല്ല. കുളിർമതി കൊണ്ട് കുളിർത്ത്, മതി എന്ന് പറഞ്ഞാൽ ബുദ്ധി, കുളിർമതി പുതിയ ഒരു ബുദ്ധി കൊണ്ട് ലോകം മുഴുവൻ കുളിരണിയണമേ. ഇപ്പോൾ ലോകത്ത് കാണുന്നത് എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ ദർശനം, എൻ്റേത് എൻ്റേത് എന്നുള്ള സങ്കുചിതമായ ചിന്താതലങ്ങളാണ്. ആ എൻ്റേത് എൻ്റേത് എന്നതിനപ്പുറത്ത് ലോകത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ഒരു ഏകലോക ദർശനമുണ്ടാകണം. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ ദേശം, എൻ്റേത് എൻ്റേത് എന്നുള്ള സങ്കുചിതമായ ചിന്താതലങ്ങൾക്കപ്പുറത്ത് എല്ലാം നമ്മുടേത്, ഒരേ ഒരു ഈശ്വര സത്യത്തിൻ്റെ സ്ഫുരണങ്ങൾ, ഒരേ ഒരു അദ്വൈത സത്യത്തിൻ്റെ സ്ഫുരണങ്ങൾ. ഒരു കടലിൽ നിന്നും, ഇവിടെ ദൈവദശകം ചൊല്ലി പ്രാർത്ഥിച്ചുവല്ലോ, ആ ദൈവദശകത്തിൻ്റെ 4-ാമത്തെ ശ്ലോകത്തിൽ ഗുരു എഴുതി വെച്ചത് എന്താണ്? ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. നീയും എന്നുള്ളിലാകണം, നീയും എന്നുള്ളിലാകണം. ഏതാ ശരി? എന്നുള്ളിലാകണം. അങ്ങനെയല്ല കേട്ടോ, എന്നുള്ളിലാകണമെന്ന് ചൊല്ലണ്ട. ആഴിയും തിരയും കാറ്റും വെള്ളമല്ല എൻ്റെ ഉള്ളിലാകണമേ, ദൈവമേ ഞാൻ മുങ്ങിപ്പോകണമേ എന്നല്ല കേട്ടോ. നീയും എന്നുള്ളിലാകണമല്ല, എന്നുള്ളിലാകണം എന്നല്ല, നീയും എന്ന ഉള്ളിലാകും. ആഴി, തിര, കാറ്റ്, ആഴം ഇവ എപ്രകാരം ഒന്നായിരിക്കുന്നുവോ, ഒരേ ഒരു സമുദ്രത്തിൽ നിന്നുമുണ്ടായ തിരമാലയും നുരയും പതയും തിരയും കുമളയും എന്താണ്? നാം ഒരു സമുദ്രതീരത്ത് പോയി നിൽക്കുക. ആ സമുദ്രത്തിൽ നിന്നും ഉണ്ടായതാണ് നുരയുണ്ടായി, പതയുണ്ടായി, തിരയുണ്ടായി, കുമളയുണ്ടായി. എല്ലാം എന്ത് പദാർത്ഥം? ഒരേ ഒരു വെള്ളം തന്നെ. ഒരേ ഒരു വെള്ളം നുരയായും പതയായും തിരയായും കുമളയായും ഇരിക്കുന്നത് പോലെ ഒരേ ഒരു ഈശ്വര സത്യം ഈ പ്രപഞ്ച പ്രകൃതിയായി നിൽക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും, പശുപക്ഷി മൃഗാദികളും പ്രാണിവർഗങ്ങളും പറവവർഗങ്ങളും എന്ന് വേണ്ട ജീവൻ്റെ തുടിപ്പുള്ളതും ഇല്ലാത്തതുമായ ചരാചരാത്മകമായ ദൃശ്യപ്രപഞ്ചം എല്ലാം തന്നെ ഒരേ ഒരു ഈശ്വര സത്യം തന്നെ. ഗുരു പിൽക്കാലത്ത് ശിവഗിരിയിൽ ശാരദയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് പാടിവെച്ചു: മീനായതും ഭവതി മാനായതും ജനനീ, നീ നാഗവും നഗഗം താനായതും ധരനദീ നാരിയും നരനുമാ നാഗവും നരകവും
നീ നാമരൂപമിതി നാനാവിധ പ്രകൃതി മാനായി നിന്നറിയുമീ ഞാനായതും ഭവതി. ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. മീനായതും മാനായതും പക്ഷിയായതും പറവയായതും ഖഗമായതും നരനായതും നാരിയായതും സ്വർഗമായതും നരകമായതും എന്ന് വേണ്ട സവരയൂഥാതി നിഖില സകല പ്രപഞ്ചമായതും ഒരേ ഒരു ഈശ്വര സത്യം തന്നെ. ഇതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം. എല്ലാറ്റിനെയും ഒരേ ഒരു ഈശ്വര സത്യമായി ദർശിച്ച ഗുരുവിന് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നല്ലാതെ എന്തു പറയാൻ പറ്റും? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നല്ലാതെ എന്തു പറയും? മാനവരൊക്കെയും ഒന്നാണ്, അതാണ് നമ്മുടെ മതം എന്ന് ഗുരു പറയുന്നത് അതിനു വേണ്ടി. എല്ലാവർക്കും ഒരുപോലെ പുരോഗതിയെ പ്രാപിക്കാൻ സാധിക്കണം. ഏതെങ്കിലും സമുദായങ്ങൾ മാത്രം ഉന്നതിയെ പ്രാപിക്കുക, മറ്റുള്ള സമുദായങ്ങളൊക്കെ പിന്നോക്കമായി തള്ളിക്കളയുക, ഇത് സംഭവിക്കാതെ എല്ലാ ജനതയ്ക്കും ഒരേപോലെ തുല്യമായ സാമൂഹിക നീതി ഉണ്ടാകണം എന്ന് ഗുരുദേവൻ ഉച്ചൈസ്തരം പ്രഖ്യാപനം ചെയ്തത് ഈ മഹിതമായ ദർശനത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഇപ്പം നമ്മുടെ കേരളം ഒരു പുതിയ തിരഞ്ഞെടുപ്പിനെ നേടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ സമുദായങ്ങൾക്കും എല്ലാ ജനതയ്ക്കും തുല്യമായ സാമൂഹ്യ നീതി കൈവരണം. ഏതെങ്കിലും സമുദായങ്ങൾ മാത്രം മുന്നോട്ട് പോവുകയും മറ്റുള്ള സമുദായങ്ങൾ താഴ്ത്തപ്പെടുകയും ചെയ്യുന്ന അധസ്ഥിതർ എന്നും അധസ്ഥിതരായി കിടക്കട്ടെ എന്നുള്ള ചിന്താഗതികൾക്ക് സമൂലമായ മാറ്റം, പരിവർത്തനമുണ്ടാകണം. അത് രാജ്യത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക്, പുരോഗതിക്ക് ആവശ്യമായ ഘടകമാണ്. അത് ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനത്തിൻ്റെ ഭാഗമാണ്. ഗുരു അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചപ്പോൾ എഴുതിയ കാവ്യനീതിയാണ്. കുളിർമതി കൊണ്ട് കുളിർത്ത് ലോകമെല്ലാം ഒളി തിരളുന്നൊരു വെണ്ണിലാവ് പൊങ്ങി തെളുതെള വീശി വിളങ്ങി. ലോകത്തുള്ള മുഴുവൻ ആളുകളും വിജ്ഞാനമുള്ളവരായി തീരട്ടെ. എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റേത് എന്നുള്ള ഭേദചിന്തകൾക്ക് അതീതമായി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരേ ഒരു ഈശ്വര സത്യത്തിൻ്റെ സ്ഫുരണങ്ങളായി, ആത്മസഹോദരങ്ങളായി മാറുന്ന പുതിയ മതി, പുതിയ ബുദ്ധി, ഏകത്വബോധം എവിടെയും പ്രസ്ഫുരിക്കട്ടെ. തെളുതെള വീശി വിളങ്ങി ദേവലോക കുളമതിലാമ്പൽ വിരിഞ്ഞ് കാണണം. ഇതിനുവേണ്ടിയാണ് ഗുരു 73 വർഷക്കാലം ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചത്, SNDP യോഗം സ്ഥാപിച്ചത്, ക്ഷേത്രങ്ങൾ രാജ്യമൊട്ടാകെ സ്ഥാപിച്ചതൊക്കെ തന്നെയും ഈ ഒരു മഹിതമായ ദർശനത്തിൻ്റെ സാഫല്യതയ്ക്ക് വേണ്ടിയാണ്. മഹാഗുരു ഇത് എഴുതി വച്ചപ്പോൾ മഹാഗുരുവിൻ്റെ സശിഷ്യനായ കുമാര മഹാകവി ഗുരുവിൻ്റെ തത്വദർശനത്തിന് ഭാഷ്യം എഴുതി, വ്യാഖ്യാനം എഴുതി. സത്യം ശ്വസിച്ചും സാമത്വം കണ്ടും സ്നേഹസത്തു നുകർന്നു കൃതാർത്ഥരാവിൻ. സത്യം ശ്വസിച്ചും സമത്വം കണ്ടും സ്നേഹസത്തു നുകർന്ന കൃതാർത്ഥരാവിൻ. സദ്ധർമ്മത്തൂടെ നടക്കട്ടെ മാനവർ, ഇദ്ധര സ്വർഗമായി തീർന്നിടട്ടെ, ഇദ്ധര സ്വർഗമായി തീർന്നിടട്ടെ. മരിച്ചതിന് ശേഷമുള്ള സ്വർഗമല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗീയത. ഭേദചിന്തകളൊന്നുമില്ലാതെ, ജാതിമത വ്യത്യാസം ഒന്നുമില്ലാതെ എല്ലാവരും ഒരേ ഒരു ആത്മസത്യമാണ് എന്ന ബോധത്തിൽ അമർന്ന് പ്രാപഞ്ചിക ജീവിതം സ്വർഗ സമാനമായി തീരട്ടെ. ഗുരുവിൻ്റെ ദർശനത്തിന് കുമാര മഹാകവി SNDP യോഗത്തിൻ്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ചിന്നസ്വാമിയായ
കുമാരനാശാൻ പാടിവെച്ചു. ആശാൻ പിന്നെയും എഴുതി, ഓരോ രാജ്യം നിങ്ങൾ, ഓരോ ഭാഷ നിങ്ങൾക്ക്, ഓരോ ദേവൻ നിങ്ങൾ, ഓരോ സമുദായം, ഓരോ രാജ്യം നിങ്ങൾ, ഓരോ ഭാഷ നിങ്ങൾക്ക്, ഓരോ ദേവൻ നിങ്ങൾ, ഓരോ സമുദായം, ഒരു തേടുവിൻ എഴുന്നള്ളത്തിത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓർക്കുക. ഗുരുവിൻ്റെ മഹത്തായ തത്വദർശനത്തെ സംശീകരിച്ച് ജീവിതത്തെ ധന്യമാക്കാൻ, കൃതാർത്ഥമാക്കാൻ, ആനന്ദപൂരിതമാക്കാൻ ആ സച്ചിഷ്യനായ കുമാരമഹാകവി എല്ലാവരെയും കൈമാടി വിളിച്ചുകൊണ്ട് ഉദ്ബോധിപ്പിക്കുകയാണ്. ഒരു തേടുവിൻ എഴുന്നള്ളത്തിത്, ഒരു തേടുവിൻ എഴുന്നള്ളത്തിത്. നിങ്ങൾ ഒരുമ തേടുക. നിങ്ങൾ ഈ മഹാഗുരുവിൻ്റെ പേരിൽ സംഘടിച്ച് ശക്തി ആർജിക്കുക. ഇതൊരു തിരുവെഴുന്നള്ളത്താണ്. 1000 ആണ്ടുകൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. പണ്ടൊരു കൃഷ്ണൻ ഉണ്ടായിട്ടുണ്ട്, ഒരു ബുദ്ധനുണ്ടായി, ക്രിസ്തു ഉണ്ടായി. ആ പരമ്പരയിൽ ഇതാ ആധുനിക ഭാരതം ലോകത്തിന് സംഭാവന ചെയ്ത വിശ്വമഹാഗുരുവിൻ്റെ തിരുവെഴുന്നള്ളത്ത്. അല്ലയോ സഹജാതരെ, ആ മഹാഗുരുവിന് അനുധാവനം ചെയ്ത് ആ ഗുരുവിനോടൊപ്പം നിങ്ങളും മുന്നോട്ടു പോകുവിൻ. ഒരു തേടുവിൻ എഴുന്നള്ളത്തിത്, വിരിഞ്ഞെഴുന്നേൽപ്പിൻ വരിൻ കിടാങ്ങളെ, ഉണരുവിൻ വേഗം ഉണരുവിൻ സ്വര, ഗുണമേലും ചെറു കിളിക്കിടാങ്ങളെ. നിങ്ങൾ ഉണരുക, ഉണരുക, ഉണരുക. ഉറക്കം നടിച്ച് കിടക്കരുത്. മഹാഗുരുവിൻ്റെ ജീവിതത്തോടും ദർശനത്തോടും നീതി പുലർത്തിക്കൊണ്ട് എപ്പോഴും ഉണർന്നു നിൽക്കുക. പണ്ട് ഉപനിഷത്ത് പാടി വെച്ചു, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ചുരസ്യധാര നിശിതാ ദുരത്തയ ദുർഗം വദസ്തത് കവയോ വദന്തി. മഹാത്മാവായ വിവേകാനന്ദ സ്വാമി ഒരു മുദ്രാവാക്യം പോലെ മാലോകരെ ചൊല്ലിപ്പിടിപ്പിച്ചു. ഉത്തിഷ്ഠത ഉണരുക, ജാഗ്രത എഴുന്നേൽക്കുക, ഉണർന്നു നിൽക്കുക, പ്രാപ്യ വരാൻ നിബോധത ബോധമുള്ളവനായി തീരുക, വരന്മാരായ ഗുരുക്കന്മാരെ ശരണീകരിച്ചുകൊണ്ട് ബോധമുള്ളവരായി സുധീരം മുന്നോട്ട് നീങ്ങുക. ബോധമുള്ളവനായ പോലെ പ്രകാശം ചൊരിഞ്ഞ് നിലകൊള്ളുന്നുണ്ട്. ആ മഹാഗുരുവിൻ്റെ പ്രഭയേറ്റ് ആ മഹാഗുരുവിൽ നിന്നും പ്രകാശം ഏറ്റുവാങ്ങി ആ പ്രകാശം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകൂ. ജീവിതായോധനത്തിൽ കാലിടറി വീഴില്ല. എവിടെ പ്രകാശമുണ്ടോ അവിടെ അഭയമുണ്ട്, ആനന്ദമുണ്ട്. ഗുരുവാകുന്ന മഹാപ്രകാശത്തെ ഉള്ളിൽ നിറച്ചാൽ അവൻ്റെ നടപ്പാതയിൽ ഇരുട്ടുണ്ടാകില്ല. അവന് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. നിങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഈ വിശ്വദർശനം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കട്ടെ. നിങ്ങളുടെ ബുദ്ധിയിൽ മഹാഗുരുവിൻ്റെ ഏകലോക ദർശനം. ഒരു തേടുവിൻ എഴുന്നള്ളത്തിത്, വിരിഞ്ഞെഴുന്നേൽപ്പിൻ വരിൻ കിടാങ്ങളെ, ഉണരുവിൻ വേഗം ഉണരുവിൻ സ്വര, ഗുണമേലും ചെറു കിളിക്കിടാങ്ങളെ, ഉണർന്നു നോക്കുവിൻ ഉലകിതുൾക്കാമ്പിൽ. നിങ്ങൾ ഉണർന്നു നോക്കുക, ലോകത്തെക്കുറിച്ച് നോക്കുക, ലോകത്തെക്കുറിച്ച് നോക്കുക. ലോകമെല്ലാം ഇന്ന് നവോത്ഥാനത്തിൻ്റെ വീതിയിലാണ്, പരിഷ്കാരത്തിൻ്റെ പരിവിപ്ലവത്തിൻ്റെ പാതയിലാണ്. മാറ്റങ്ങൾ ലോകത്തെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ഗുരുവിൻ്റെ അനുയായികളായിരിക്കുന്ന നിങ്ങൾ അന്തരാത്മാവിൽ ഗുരുവിൻ്റെ മഹിതമായ ഏകലോക ദർശനം നിറച്ചുകൊണ്ട് ഉണർന്നു നോക്കുവിൻ ഉലകിതുൾക്കാമ്പിൽ, മണാമേലും ഓമൽ മലർമൊട്ടുകളെ. ആരാണ് മഹാഗുരു?
ശ്രീനാരായണ ഗുരു ആരാണ്? കുമാരമഹാകവി കൈമാടി വിളിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നു, സകല ലോക ബാന്ധവൻ ദിവാകരൻ, പകലിൻ നായകൻ എഴുന്നള്ളിയിടുന്നു. സകല ലോക ബാന്ധവൻ ദിവാകരൻ, അഖില ലോക ബാന്ധവനായി, അനുപമ കൃപാനിധിയായി, എല്ലാവരുടെയും സുഖത്തിൽ ആനന്ദം ദർശിച്ചുകൊണ്ട് ആനന്ദ സ്വരൂപിയായി ശ്രീനാരായണ പരമഹംസനിത മുന്നോട്ട് പോകുന്നു, മുന്നോട്ട് എഴുന്നള്ളുന്നു. ആ ഗുരുവിനെ ശരണീകരിച്ചു ജീവിതത്തെ അർത്ഥപൂർണമാക്കാൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ജീവിതത്തെ സമർപ്പണം ചെയ്യും. നിങ്ങൾ ഗുരുവിനെ ദർശിക്കുമ്പോൾ ഇത് ഗുരുവാണ് എന്ന് എപ്പോഴും ഓർക്കണം. നമ്മളൊക്കെ ലഘുക്കളാണ്, നമ്മളെല്ലാം ചെറുതാണ്. ഇത് ഗുരുവാണ്, ഇത് വലുതാണ്. ഗുരുവിൻ്റെ വലിപ്പം അറിയണം. എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് നിങ്ങളോടൊരു ചോദ്യം ചോദിച്ച്, നിങ്ങൾ ഗുരുവിൻ്റെ വലിപ്പം അറിയാൻ നിങ്ങൾ ഗുരുവിനെ പഠിച്ചോ? പഠിക്കണ്ടേ? പഠിച്ചാലല്ലേ മഹത്വം അറിയാൻ പറ്റൂ. കൃഷ്ണനെ അറിയണമെങ്കിൽ ഭാഗവതമോ ഭഗവത്ഗീതയോ വായിച്ചു പഠിക്കണം. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ബൈബിൾ വായിക്കണം. നബീലെ അറിയണമെങ്കിൽ ഖുറാൻ വായിക്കണം. മഹാത്മാഗാന്ധി അറിയണമെങ്കിൽ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ ഗാന്ധിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കണം. കാറൽ മാക്സിനെ അറിയണമെങ്കിൽ മൂലധനം വായിക്കണം. ശ്രീനാരായണ ഗുരുവിനെ അറിയണമെങ്കിൽ ശ്രീനാരായണ ഗുരു സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ 3 ഭാഷകളിലായിട്ട് എഴുതിയ 73ഓളം വരുന്ന കൃതികളുണ്ട്. ആ കൃതികൾ ഗുരുദേവൻ്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് പഠിക്കണം. നിങ്ങൾ എത്ര ആളുകൾ ഗുരുവിനെ പഠിച്ചിട്ടുണ്ട്? ഗുരു എഴുതിയ കൃതികളിൽ എത്ര കൃതികൾ നിങ്ങൾ വായിച്ചു പഠിച്ചു? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഗുരു എഴുതിയ എത്ര കൃതികൾ വായിച്ചു പഠിച്ചു? ഗുരുവിനെ കുറിച്ച് കുമാരനാശാൻ തുടങ്ങി ഇതുവരെയും നിരവധി മഹാത്മാക്കൾ കൃതികൾ എഴുതി. ഞാനും ഒരു 10-70 ഗ്രന്ഥങ്ങൾ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാനം പ്രസാധനം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവ ദിവ്യ ലീലാമൃതം, 700 പേജ് മാസിക വലിപ്പത്തിലുള്ള ഗ്രന്ഥം. 700 പേജുണ്ട്. വർണ്ണചിത്രങ്ങളോടുകൂടി ശിവഗിരി മഠം പ്രസിദ്ധപ്പെടുത്തിയ ഏറ്റവും വലിയ പുസ്തകമാണ്. ഈ കഴിഞ്ഞ ശിവഗിരി തീർത്ഥാടന വേളയിൽ അത് പ്രകാശനം ചെയ്തു. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ ശിവഗിരിയിലേക്ക് വന്നു ശ്രീ ബാബുരാജ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി, നമുക്ക് ഈ ചേത്തടയിൽ ചെന്നിട്ട് ഗുരുവിനെക്കുറിച്ചുള്ള കുറേ പുസ്തകങ്ങൾ അവർക്ക് കൊടുക്കണം. ബാബുരാജനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല പ്രവൃത്തി, അദ്ദേഹം പൈസയൊക്കെ സംഭാവന ചെയ്യാറുണ്ട്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഒരു വലിയ കാര്യം, അദ്ദേഹം തന്നെ ഒരു കൃതി എഴുതി അച്ചടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. നല്ലൊരു പുസ്തകമാണ്, നിങ്ങളൊക്കെ അത് വാങ്ങി വായിക്കണം. അതുപോലെ ഗുരുദേവനെ കുറിച്ച് എഴുതിയ നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങി കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളെ ചേർത്ത് മത്സരങ്ങളൊക്കെ നടത്തിയ കുട്ടികൾക്കെല്ലാം ഈ ബുക്കുകൾ വിതരണം ചെയ്യും. പല പല ശാഖായോഗങ്ങളിൽ പോയി പുസ്തകങ്ങൾ വിതരണം ചെയ്യും. ഞാൻ എഴുതിയ ഒരു 10 പുസ്തകങ്ങൾ ഒരു 50,000 രൂപയുടെയെങ്കിലും പുസ്തകങ്ങൾ വാങ്ങി അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്നും അദ്ദേഹം കുറേയേറെ പുസ്തകങ്ങൾ ശിവഗിരിയിൽ നിന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, സ്വാമി, ഈ പുസ്തകങ്ങൾ ഇവിടേക്ക് കൊടുക്കണം. ഇവിടെ എന്നൊരു സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളുണ്ട്, അവർക്ക് പ്രത്യേകമായിട്ട് കൊടുക്കണം, മറ്റുള്ളവർക്കും കൊടുക്കണം. അതൊരു വലിയ ധാർമ്മികതയാണ്, പഠനമാണ്. അതൊക്കെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ബുക്കുകളാണ്. അതുകൊണ്ടൊന്നും ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപം
വേണ്ടവണ്ണം മനസ്സിലാകില്ല. അത് മനസ്സിലാകണമെങ്കിൽ ഗുരുവിനെക്കുറിച്ചുള്ള സമഗ്രമായ പഠനം ഉണ്ടാകണം. ഗുരുവിൻ്റെ 73 വർഷത്തെ ദീപ്തമായ ദിവ്യമായ ജീവിതം ഗുരുദേവൻ എഴുതിയ കൃതികളുമായി ചേർത്തിണക്കി വെച്ചുകൊണ്ട് പഠിക്കണം. ഗുരുവിൻ്റെ ജനനം തൊട്ട് മഹാസമാധി വരെയുള്ള ചരിത്രങ്ങൾ ഓരോന്നും പഠിക്കണം. ഇപ്പോൾ ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചിട്ട് 100 വർഷമാകാൻ പോവുകയാണ്. അതിൻ്റെ ശതാബ്ദി ആചരണ പരിപാടികൾ ശിവഗിരിയിൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു ശിവഗിരിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത് നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും. ഞാൻ തന്നെയാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ ശിവഗിരിയിൽ ക്ഷണിച്ചു കൊണ്ടുവന്ന് ആ ശതാബ്ദി ആഘോഷ പരിപാടികൾ സമുദ്ഘാടനം ചെയ്തു. നിങ്ങളെല്ലാവരും ഭഗവാന്റെ മഹാസമാധിയുടെ ശതാബ്ദി അതർഹിക്കുന്ന മഹിമാവോടുകൂടി കൊണ്ടാടുവാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയട്ടെ. ശിവഗിരിയിൽ നിന്നും അവസാനമായി പ്രസാദനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവ ദിവ്യ ലീലാമൃതം എന്ന ബൃഹത് ഗ്രന്ഥം ഗുരുദേവ മഹാപരിനിർവാണത്തിൻ്റെ ശതാബ്ദി സ്മാരക ഗ്രന്ഥത്തിൻ്റെ ഒരു വാള്യമാണ്. ഇനിയും നിരവധി വാള്യങ്ങൾ ഉണ്ടാകും. ഗുരുവിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചറിയുവാൻ ഇതൊക്കെ നിങ്ങൾക്ക് സഹായകം. ഗുരുവിൻ്റെ ജനനം തൊട്ട് പഠിക്കണം. ഗുരുവിൻ്റെ ജനനത്തെയും ഗുരുദേവൻ്റെ 60ാമത്തെ ജന്മദിനത്തെയും കണ്ടുകൊണ്ട് കേരളത്തിൻ്റെ വിശ്വമഹാകവിയായ ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതി വെച്ചു. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലേ പണ്ടെന്ന പോലെ ഈഴവന്മാരിൽ സ്വാമി പിറന്ന മാസം ഇതിലാണേവർക്കും ഓണോത്സവം. ആരിമ്മട്ടിൽ അഖണ്ഡ ചിന്മയനഹോ സദ്യോഗ വിദ്യാമൃതം പൂരിക്കും പുതുചന്ദ്രനെ ജയചിരം നാരായണ ശ്രീ ഗുരു. പാരിൽ ധർമ്മമുയർത്തുവാൻ യദുകുലേ പണ്ടെന്ന പോലെ യദുകുലത്തിൽ യാദവകുലത്തിൽ പണ്ടെന്ത് സംഭവിച്ചുവോ അതുപോലെ ഇപ്പോഴും ഇതാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. യാദവകുലത്തിൽ എന്ത് സംഭവിച്ചു? കൃഷ്ണൻ്റെ ജനനം. പണ്ടെങ്ങനെയാണോ യാദവകുലത്തിൽ ഭഗവാൻ കൃഷ്ണൻ ജനിച്ചത് അതുപോലെയാണ് ഇക്കാലത്ത് ഈഴവകുലത്തിൽ ശ്രീനാരായണ ഗുരു ജനിച്ചത്. യാദവകുലവും ഈഴവകുലവും ഒരുപോലെയാണ്. യാദവന്മാർ ഇപ്പോഴുണ്ടോ? യാദവന്മാർ ഉണ്ടോ? നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എന്താ കാപ്പിയൊന്നും കുടിക്കാതിരിക്കുകയാണ്? അതെയോ സ്വാമി പറയുന്നതിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? യാദവന്മാരുണ്ടോ? നിങ്ങൾ കേൾക്കുന്നില്ലേ? മുലായം സിംഗ് യാദവൻ, ലല്ലു പ്രസാദ് യാദവൻ, ശരത് യാദവൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? യാദവന്മാർ വടക്കേണ്ടിയിലുണ്ട്. കേരളത്തിലുമുണ്ട് യാദവന്മാർ. യാദവ സംഘ സമാജം കേരളത്തിലുണ്ട്. ഇതെന്താ രണ്ടും നമ്മൾക്ക് പിടിച്ചില്ലേ ഞാൻ പറഞ്ഞത്? പോക്കോട്ട് നടത്തി കളയുന്നല്ല. ഞാൻ പറയുന്നത് നീണ്ടുപോകുന്നുണ്ടോ? അവസാനിപ്പിക്കണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് പോയാൽ പറ്റില്ല. എങ്ങനെയാണോ ധർമ്മത്തെ സംസ്ഥാപനം ചെയ്യുവാൻ യാദവ സമുദായത്തിൽ കൃഷ്ണൻ അവതരിച്ചത്, തത്തുല്യമായ സമുദായമായ ഈഴവ സമുദായത്തിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. യാദവനും ഈഴവനും രണ്ടും ഒരുപോലെയാണ്. രണ്ട് OBC-യാണ്. പൂണൂലില്ലാത്ത വർഗം, കറുത്ത വർഗമാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം കറുമ്പൻ എന്നാണ്. കറുത്ത വർഗക്കാരുടെ ഇടയിൽ കറുമ്പനായ കൃഷ്ണൻ അന്നെങ്ങനെ ജനിച്ചുവോ അതുപോലെ ഇക്കാലത്ത് കറുത്ത വർഗമായ ഈഴവ സമുദായത്തിൽ ശ്രീനാരായണ ഗുരു ജനിച്ചു. കൃഷ്ണൻ കറുകറുമ്പനായിരുന്നുവെങ്കിലും ശ്രീനാരായണ ഗുരുവിൻ്റെ നിറമെന്തായിരുന്നു?
ആർക്കെങ്കിലും അറിയാമോ? സ്വർണ്ണ നിറം, ചുട്ടു പഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറം ഗുരുവിന്. ചുട്ടുപഴുപ്പിച്ച സ്വർണത്തിൻ്റെ നിറം ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആ നിറമായിരുന്നു ഗുരുവിൻ്റേത്. ഏതാണ്ട് 6.25 അടി ഉയരമുണ്ടാകും. ഗുരുവിനോടൊപ്പം നിരവധി പ്രാവശ്യം ജീവിച്ച ഒരു മഹാൻ കുഞ്ചുസ്വാമി ശിവഗിരിയിൽ വളരെ വൃദ്ധനായി വന്ന് താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കുഞ്ചുസ്വാമിയോട് ചോദിച്ചു, ഗുരുദേവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും കുഞ്ചുസ്വാമി? അപ്പോൾ കുഞ്ചുസ്വാമി പറഞ്ഞു, ഒരു വലിയ പട്ടണം, ഒരു പട്ടണത്തിലൊരു 10 ലക്ഷം ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പം അവിടെ പുതിയൊരാൾ വന്നു. പുതിയൊരാൾ വന്ന് ഇങ്ങനെ ഈ 10 ലക്ഷം ആളുകളെ നോക്കിയപ്പോൾ പെട്ടെന്ന് ചോദിക്കും, ദാ നിൽക്കുന്നത് ആരാ? അതായിരുന്നു ശ്രീനാരായണ. എത്രയേറെ വലിയ പുരുഷാരമുണ്ടായാലും ആ പുരുഷാരത്തിനിടയിൽ പെട്ടെന്ന് ആരെയും ആകർഷിക്കുന്ന വ്യക്തിപ്രാഭവവും ചെന്താർമങ്ങും മുഖം ചേതന നയനയുഗം ചാരു നെറ്റിത്തടം കുമാരനാശാൻ എഴുതിയിരിക്കുന്നതാണ്. ആ രൂപം കണ്ട് നോക്കി അതുപോലെ എഴുതിയിരിക്കുകയാണ്. അങ്ങനെയുള്ള സ്വരൂപമാണ് ഗുരുവിൻ്റേത്. ആ ഗുരു വള്ളത്തോ ചോദിക്കുകയാണ്, കൃഷ്ണനെ പോലെയാണ്. കൃഷ്ണനും മഞ്ഞയുണ്ട്, ഗുരുവിനും മഞ്ഞയുണ്ട്. കൃഷ്ണൻ ജനിച്ചത് ചിങ്ങമാസത്തിലെ രോഹിണിക്ക്, ഗുരുവും ജനിച്ചത് ചിങ്ങമാസത്തിലെ ചതയത്തിന്. കൃഷ്ണനും ഗുരുദേവനും തമ്മിൽ ജനനത്തിലൊരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും പറയാമോ? ജനനത്തിൽ രണ്ടുപേർക്കും തമ്മിലുള്ള സമാനത പറയാമോ? രണ്ടുപേരും ജനിച്ചപ്പോൾ കരഞ്ഞില്ല. ഗുരുദേവൻ ജനിച്ചപ്പോൾ കരഞ്ഞില്ല. ഒരു കുഞ്ഞു ജനിച്ചു എന്ന് ലോകം അറിയുന്നത് കുഞ്ഞിൻ്റെ നിലവിളി കേട്ടുകൊണ്ടാണ്. പക്ഷെ ഗുരു 1855 ഓഗസ്റ്റ് 28 ചിങ്ങമാസത്തിലെ ചതയം നാളിൽ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ മറ്റൊരു സൂര്യൻ്റെ ഉദയമാണോ എന്ന് തോന്നുമാറ് ആദിത്യദേവന്റെ പൊൻകരം വീശവേ ആ ദിവ്യ തേജസ്സു കാണാൻ അതാദ്യമായി കൺപീലി മെല്ലെ തുറന്നെങ്കിലും ദേവൻ സന്മതി അല്പം കരഞ്ഞില്ല ദേവരെ, സന്മതി അല്പം കരഞ്ഞില്ല ദേവരെ. ആ സൂര്യൻ്റെ ദിവ്യമായ പ്രകാശത്തെ കണ്ട് ആനന്ദിക്കുന്നതിന് വേണ്ടി കണ്ണുകൾ തുറന്ന് തേജോമൂർത്തിയായിക്കൊണ്ട് അവിടുന്ന് തിരുവവതാരം ചെയ്തു. ജനിച്ചപ്പോൾ കരയാതിരുന്നു. നാം പ്രാർത്ഥന ചെയ്യാറുണ്ട്, ഓം ബ്രഹ്മണേ മൂർത്തിമതി എന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലാറുണ്ടോ? ഓം ബ്രഹ്മണേ മൂർത്തിമതി എന്ന പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവർ കൈപൊക്ക്. എന്തേ പ്രസന്നകുമാരി പോയാ? ഇത് വലിയ അപമാനമാണ് കേട്ടോ. പ്രസന്നയ്ക്ക് വലിയ അപമാനമാണിത്. അതായത് ഗുരുദേവനെ കുറിച്ച് ചൊല്ലേണ്ട ആദ്യത്തെ പ്രാർത്ഥന, ദിവസവും ചൊല്ലേണ്ട പ്രാർത്ഥന ഇവിടെ ഒരു 8-10 ആളുകൾക്ക് അറിയാം. അത് ഏറ്റവും വലിയ കുറവാണ്. നാളെ തന്നെ അത് വായിച്ചു പഠിക്കണം. ആദ്യം ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഓങ്കാരം 3 പ്രാവശ്യം ചൊല്ലണം. എന്നിട്ട് ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു, അത് കഴിഞ്ഞ് ഓം ബ്രഹ്മണേ മൂർത്തിമതേ 6 പദ്യം ചൊല്ലണം. അത് കഴിഞ്ഞ് വേണം ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് എന്ന് ചൊല്ലാൻ. അതുപോലെ നാരായണമൂർത്തിയെ ഗുരു നാരായണമൂർത്തിയെ കുമാരനാശാൻ എഴുതിയ പ്രാർത്ഥനയാണ്. ഗുരുദേവൻ്റെ 60ാമത്തെ തിരുവയസ്സിന് നാരായണമൂർത്തിയെ പ്രാർത്ഥന അറിയാവുന്നവർ കൈപൊക്ക്. കുറച്ച് കൈകൾ കൂടി പൊങ്ങി, സന്തോഷം. പക്ഷേ പൊങ്ങാത്ത കൈകളാണ് കൂടുതലും. നിങ്ങളിവിടെ ഗുരുദേവ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി ഇത്രയും ഗംഭീരമായി പരിപാടികളൊക്കെ നടത്തുമ്പോൾ
ഭഗവാന്റെ പ്രാർത്ഥനകൾ അറിയത്തില്ല, അത് വലിയ കുറവാണ്, കുറ്റമാണ്, ന്യൂനതയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ. ഇവിടെ വനിതാ സംഘമൊന്നും ഇല്ലേ? ഉണ്ടോ? പിന്നെ അവരുടെ ജോലി എന്താ? ഈ പ്രാർത്ഥനയൊക്കെ പഠിക്കുകയും ചൊല്ലുകയും പ്രചരിപ്പിക്കുകയൊക്കെ അല്ലേ? ചിട്ടയ്ക്കുള്ള പ്രാർത്ഥനയല്ലാന്ന്, അങ്ങനെയാണോ? അപ്പൊ ചിട്ടയായ പ്രാർത്ഥന ക്രമം വരണം. ശിവഗിരിയിൽ പ്രാർത്ഥനാ പുസ്തകമുണ്ട്, അത് വാങ്ങിക്കൊണ്ട് വന്ന് ആ ക്രമത്തിലായിരിക്കണം പ്രാർത്ഥന. ചിട്ടയായ പ്രാർത്ഥനാ ക്രമം ഉണ്ടാകണം. അതിൽ ബ്രഹ്മണേ മൂർത്തിമതേ എന്ന പ്രാർത്ഥനയിൽ നമോ ഭഗവതേ നിത്യശുദ്ധമുക്ത മഹാത്മനെ നമോ ഭഗവതേ. ഗുരുദേവനെ ഇവിടെ സംബോധന ചെയ്യുന്നത് ഭഗവാൻ എന്നാണ്. നിങ്ങളൊക്കെ ഭഗവാൻ എന്നാണോ വിളിക്കുന്നത്? ഭഗവാൻ തന്നെയാണോ? ഭഗവാൻ എന്ന് തന്നെ സംബോധന ചെയ്യണം. ഈ പ്രാർത്ഥന എഴുതിയത് ആരാണ്? ഓം ബ്രഹ്മണേമൂർത്തിമതേ ശിവലിംഗ സ്വാമി. ഒരു നായർ സമുദായത്തിൽ ജനിച്ച ആളാണ് ശിവലിംഗ സ്വാമി. ഗുരുദേവൻ്റെ ആദ്യ ശിഷ്യനാണെന്ന് ശിവലിംഗ സ്വാമി. ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യനോ? അവസാനത്തെ ശിഷ്യൻ ആരാണ്? അവസാനത്തെ ശിഷ്യൻ സ്വാമി ആനന്ദ തീർത്ഥൻ, സാരസ്വത ബ്രാഹ്മണൻ. ഫസ്റ്റ് റാങ്കോടുകൂടി MA പാസ്സായ സാരസ്വത ബ്രാഹ്മണനാണ് ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യൻ. ശിവഗിരി മഠത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായി ഗുരുദേവൻ നിയോഗിച്ചത് ആരെയാണ്? ശിവഗിരി മഠത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയായി, സന്യാസി സംഘത്തിൻ്റെ സെക്രട്ടറിയായി ഗുരു നിയോഗിച്ചത് പരമേശ്വര മേനോനെ. ആ പരമേശ്വര മേനോനാണ് സ്വാമി ധർമ്മതീർത്ഥരായത്. ആ ധർമ്മതീർത്ഥരാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അംബേദ്കർക്ക് ഗുരുവിൻ്റെ ദർശനം പകർന്നു നൽകിയത്. ഞാൻ ഈ അടുത്ത കാലത്ത് ധർമ്മതീർത്ഥ സ്വാമിയുടെ സമഗ്രമായ ജീവിത ചരിത്രം 400 പേജുണ്ട്, വായിക്കണം. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമാണ്. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം കൂടിയാണ്. ശിവഗിരിയിൽ വന്ന് ആ ഗ്രന്ഥം വാങ്ങി വായിക്കണം. ഗുരുദേവന് വിദേശിയായത് ശിഷ്യനും ക്രിസ്ത്യാനിയാണ്. വിദേശി ശിഷ്യനുണ്ടായിരുന്നു. ആര്? സ്വാമി ഏർണസ്റ്റ് കർക്ക്. സ്വാമി ഗുരുവിന് മുസ്ലിമായൊരു ശിഷ്യനുണ്ടായിരുന്നു. ആര്? ഖാദർ കാന്തസ്വാമി. ഗുരുവിൻ്റെ സന്യാസി ശിഷ്യന്മാർ എടുത്ത് പരിശോധിച്ചാൽ ബ്രാഹ്മണൻ തൊട്ട് ഈഴവ പുലയ പറയ വിഭാഗങ്ങളും ക്രിസ്ത്യൻ ഇസ്ലാം വിഭാഗങ്ങളും എല്ലാമുണ്ട്. ശിവഗിരിയിലും ഇന്നും സന്യാസിമാരിടയിൽ അങ്ങനെയുണ്ട്. ക്രിസ്ത്യാനി വരെ ശിവഗിരിയിലുണ്ട്. ശിവഗിരിക്ക് ജാതിയില്ല, മതമില്ല. ലോകത്തെ മുഴുവൻ ഒന്നായി കാണണമെന്ന ഗുരുവിൻ്റെ ആ വിശ്വദർശനത്തെ അന്തരാത്മാവിൽ നിറച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഈ അടുത്ത കാലത്ത് സാമൂഹ്യ നീതി കൈവരിക്കുന്നതിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അതെന്തിനു വേണ്ടി? ഗുരുവിൻ്റെ ഏകലോക ദർശനത്തിലേക്ക് സമൂഹം നടന്നെടുക്കണമെങ്കിൽ ഉള്ളവനെന്നും ഇല്ലാത്തവനെന്നും ഉയർന്ന ജാതിയെന്നും താഴ്ന്ന ജാതിയെന്നുള്ള ഭേദചിന്ത ഉള്ളവായി മാറിക്കൊണ്ട് എല്ലാവർക്കും തുല്യമായി മുന്നേറുവാൻ അവസരം സൃഷ്ടമാകണം. അതിനുവേണ്ടിയാണ് ഞാൻ ശബ്ദിച്ചത്. അതിനുവേണ്ടി ഇനിയും ഞാൻ ശബ്ദിച്ചു കൊണ്ടിരിക്കും എന്നുകൂടി ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയിൽ ശിവലിംഗ സ്വാമി പറഞ്ഞു നമോ ഭഗവതേ. ഗുരുദേവ അവിടുന്ന് ഭഗവാനാണ്. ഗുരുദേവനെ ഭഗവാൻ എന്ന് പിന്നീട് സംബോധന ചെയ്തത് കുമാരനാശാനാണ്. ഭാവനീയ ഭഗവാൻ ഭവാംബുധോ നാവികൻ. പിന്നെ ഗുരുദേവനെ ഭഗവാനെ സംബോധന ചെയ്തത് നാരായണ ഗുരുസ്വാമി ഭഗവാൻ അഘനാശനൻ. ഈ പത്തനംതിട്ടയിൽ ജനിച്ച മൂലൂർ പത്മനാഭ പണിക്കരാണ്. പിന്നെയും ഗുരുദേവനെ ഭഗവാൻ എന്നെഴുതിയത് സ്വതന്ത്ര ചിന്തകനും യുക്തിചിന്തകനുമായ ആ സഹോദരൻ അയ്യപ്പനാണ്. ജയ നാരായണ ഗുരുസ്വാമിൻ ദേവ ജയ ഭഗവാനെ
ജയ ജഗൽ ഗുരു. ഗുരുദേവ അവിടുന്ന് ഭഗവാനാണ്. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ഗുരുദേവനെ സംബോധന ചെയ്യേണ്ടത്? ഭഗവാൻ. മക്കളെയും കൊച്ചുമക്കളെയും അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് ശീലിക്കണം. ഭഗവാനാണ്. ഭഗവാൻ കൃഷ്ണൻ, ഭഗവാൻ ബുദ്ധൻ, ഭഗവാൻ ക്രിസ്തു. അവരിൽ നിന്നും ഒന്നും ഒട്ടും താഴെയല്ല ഗുരുദേവനും. ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അവരെക്കാളും ഉന്നതനാണ് ഗുരുദേവനെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് ചേർത്ത് വെച്ചുള്ള പഠനം അനിവാര്യമാണ്. ഇപ്പം മക്കളെയും കൊച്ചുമക്കളെയും ഇതാണ് നമ്മുടെ ഭഗവാൻ എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ ഈ SNDP ശാഖയിൽ ഇവിടെ 10,000 1500 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഈ പ്രതിഷ്ഠാ വാർഷികത്തിൽ ഇപ്പോൾ ഒരു 100-150 പേരെ എഴുത്. മതിയോ പ്രസിഡന്റ്? മതിയാ? നിങ്ങൾ 10,500 വീട്ടുകാരുടെ അംഗങ്ങളുണ്ടായിട്ട് ഇത്രയും പേര് മതിയാ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ ഇത്രയും ആളുകൾ ഓടുന്നത് തന്നെ ആശ്ചര്യമാണെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് നമ്മുടെ എല്ലാ അംഗങ്ങളും വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മുടെ ഗുരുവിനെ അറിഞ്ഞുകൂടാ. സ്വന്തം കടമ എന്താണ്, കർത്തവ്യം എന്തെന്ന് അറിഞ്ഞുകൂടാ. ഗുരുവിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. ഗുരുവിൻ്റെ സംഭാവനകളെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ അടുത്ത് കൊച്ചു കുട്ടികൾ വരുമ്പം ചോദിക്കും, മോനെ മോളെ നീയും ശ്രീനാരായണ ഗുരുവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? കുട്ടികൾ കണ്ണി നോക്കും. പിന്നെയും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഒരു ബന്ധവും ഇല്ലെന്ന് പറയും. നിങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? മോനെ മോളെ കോളേജിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥരായിരിക്കുന്ന ആളുകൾ, അവരോട് പറയാറുണ്ടോ നീ ഉദ്യോഗസ്ഥനായത്, നീ അധ്യാപകനായത്, നീ ഡോക്ടറായത്, നീ എഞ്ചിനീയറായത്, മോനെ മോളെ നീ ഇന്ന് കോളേജിൽ പോയി പഠിക്കുന്നത് ഇതാ ഈ ഗുരുദേവൻ അവതരിച്ചതുകൊണ്ടാണ്. ആ ഗുരുദേവനാണ് പള്ളിക്കൂടത്തിൻ്റെ വാതിലുകൾ തുറന്നിടാൻ വേണ്ടി ഗവൺമെൻറ്റിൽ ആവശ്യമായ നിർദ്ദേശം നൽകി ശ്രീ രാജഗോപാലാചാര്യയെ കൊണ്ട് പള്ളിക്കൂടങ്ങൾ തുറപ്പിച്ചത്. ആ മഹാഗുരുവിൻ്റെ കരുണാകടാക്ഷം കൊണ്ടാണ് മോനെ നിനക്ക് ശരിയായി വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നത്, നിനക്ക് നല്ല പേര് കിട്ടിയത്, നീ നല്ല രീതിയിൽ ജീവിക്കുന്നത്, നമ്മൾ ഈ നല്ല വീട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലമൊഴുക്കിയത് ഈ മഹാഗുരുവാണ്. ആ മഹാഗുരുവിനപ്പുറത്തൊരു ഈശ്വരൻ നിനക്കില്ല. നിങ്ങളോ? കൊട്ടാരക്കരക്കാർ പറയും ഞങ്ങൾക്ക് ഗണപതിയാണ് വലിയ ദൈവം എന്ന് പറയും. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ശബരിമലയിൽ അയ്യപ്പനുണ്ട്. പിന്നെ അങ്ങോട്ട് പോയാലുണ്ട് ഗുരുവായൂരപ്പനുണ്ട്. പിന്നെ ശിവനും സുബ്രഹ്മണ്യനും ഗണപതിയും മറ്റ് ദേവീദേവ സങ്കല്പങ്ങളും ചാത്തനും ചാമുണ്ടിയും യക്ഷിയും പേയും പുള്ളും മാടനും മറുതയും കണ്ടാകർണനും ഒക്കെ ദൈവങ്ങളാണ്. ശ്രീനാരായണ ഗുരുവോ അതൊരു സ്വാമിയാണ്. ഞങ്ങൾ ഈഴവരാ, സ്വാമി ഈഴവരാ, അതുകൊണ്ട് നമ്മുടെ സ്വാമിയാണ്. സഹോദരങ്ങളെ, ഈ സൗജന്യമൊക്കെ ഒന്ന് കളയുക. ശ്രീനാരായണ ഗുരു അതൊന്നുമല്ല. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കുമാരനാശാൻ എന്തു പറഞ്ഞു? ഗുരുവല്ലോ പരദൈവം. പരദൈവം എന്ന് പറഞ്ഞാൽ പരമമായ ദൈവം. അതിനപ്പുറത്തൊരു വലിയ ദൈവമില്ല. ശിവനും സുബ്രഹ്മണ്യനും ഗണപതിക്കും ഗുരുവായൂരപ്പനും എല്ലാ ദേവീദേവന്മാർക്കും അതീതമായിട്ടുള്ള പരമദൈവമാണ് ഗുരുദേവൻ. എല്ലാ ദൈവങ്ങൾക്കും അതീതമാണ്. നമ്മൾ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആദ്യം ചൊല്ലാം ഓം ഗുരുബ്രഹ്മ, ഗുരു അങ്ങ് ബ്രഹ്മാവാണ്, ഗുരു വിഷ്ണു അങ്ങ് വിഷ്ണുവാണ്, ഗുരുദേവോ മഹേശ്വര അങ്ങ് ദേവനായ മഹേശ്വരനാണ്. അതിനോട് ചേർന്ന് ഗണപതിയാണ്, സുബ്രഹ്മണ്യനാണ്, രാമനാണ്, കൃഷ്ണനാണ്, ലക്ഷ്മിയാണ്, പാർവതിയാണ്, സരസ്വതിയാണ്, എല്ലാ ദേവീദേവന്മാരുമാണ്. എല്ലാ ദേവീദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും എല്ലാ ദേവീദേവന്മാരും ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചവും ആവിർഭവിച്ചത് എവിടെ നിന്നാണ്? പരബ്രഹ്മത്തിൽ നിന്നുമാണ്. ആദിമമായ പരബ്രഹ്മത്തിൽ നിന്നുമാണ് ഈ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചവും ഇവിടെയുള്ള ദേവീദേവന്മാരും മനുഷ്യരും ഗന്ധർവന്മാരും പശുപക്ഷി മൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഉണ്ടായത്. ഗുരു സാക്ഷാത് പരംബ്രഹ്മ. ഗുരു ആ പരബ്രഹ്മ. എല്ലാ ദേവീദേവ സങ്കല്പങ്ങൾക്കും ഉപരിയായ പരബ്രഹ്മമാണ്.
എങ്ങനെയാണ് ദേവീദേവന്മാർക്ക് ഉപരിയായ പരബ്രഹ്മം എന്ന് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ വളരെ മണിക്കൂറുകൾ എടുക്കണം. ഞാൻ അക്കിനൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കാറുണ്ട്. 2, 3, 4 ദിവസമൊക്കെ എടുത്ത് രാവിലെ തൊട്ട് സായം സന്ധ്യ വരെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അങ്ങനെ നടത്താറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അറിയണമെന്നുണ്ടോ? എന്തോ ദിവ്യപ്രബോധന ധ്യാനയജ്ഞം നടത്താറുണ്ട്. അതറിയണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശിവഗിരിയിലേക്ക് വരിക, നമുക്ക് ചർച്ച ചെയ്യാം. നമുക്കൊരെണ്ണം നിങ്ങളുടെ ഈ ശാഖയുടെ ചേത്തടി ശാഖയുടെ നേതൃത്വത്തിൽ നടത്താം. നമ്മുടെ മഹാഗുരുവിനെ ഈ 1500 വീട്ടുകാർക്കെങ്കിലും പരിചയപ്പെടുത്തി കൊടുക്കണം. നമ്മുടെ ബാബുരാജി പറയുന്നത് നടത്തും, പ്രസിഡന്റും പറഞ്ഞു ഞങ്ങൾ നടത്തും, അതിന് കഴിവുള്ളവരാന്നും പറഞ്ഞു. ശരി, അത് നടത്തി കാണിക്കുക നിങ്ങൾ. അപ്പോൾ മഹാഗുരുവിനെ കുറിച്ച് സഹോദരങ്ങളെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കണം. ശ്രീനാരായണ ഗുരു എല്ലാ ദേവീദേവ സങ്കല്പങ്ങൾക്കും ഉപരിയായി നിൽക്കുന്ന പരബ്രഹ്മസത്തയാണ്. ശങ്കരാചാര്യർ പറയും, ബ്രഹ്മൈവത ബ്രഹ്മവിത്, ഈശ്വരനെ സാക്ഷാത്കരിച്ച ഒരു സദ്ഗുരുവിനെ ഈശ്വരനെ അറിഞ്ഞവൻ എന്നല്ല പറയേണ്ടത്, ഈശ്വരൻ ബ്രഹ്മൈവ ബ്രഹ്മം എന്ന് തന്നെ പറഞ്ഞുകൊള്ളണം. സുരേന്ദ്രവന്ദിത പദോ, അങ്ങനെയുള്ളൊരു ഗുരുവിൻ്റെ തൃപ്പാദത്തെ സുരേന്ദ്രന്മാർ ദേവീദേവന്മാർ പാദം തൊട്ട് നമസ്കരിക്കും. ഒരു മഹാഗുരുവിൻ്റെ തൃപ്പാദത്തെ. അപ്പം അങ്ങനെയുള്ള ആ മഹത്തായ ബ്രഹ്മതത്വത്തിൽ അമർന്ന് ആ ബ്രഹ്മമായിരിക്കുന്ന ആളാണ് ഗുരു. ഗുരുദേവൻ 10-25 വയസ്സായപ്പോൾ സംസ്കൃതത്തിലും മലയാളത്തിലും തമിഴിലുമൊക്കെ നല്ല മഹാപണ്ഡിതനായിട്ട് അന്നത്തെ സമ്പ്രദായം അനുസരിച്ച് ഗുരുദേവനെ വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചപ്പോൾ ആ വിവാഹമൊന്നും സ്വീകരിക്കാതെ ഇറങ്ങി ഭാരതമൊട്ടാകെ ചുറ്റി സഞ്ചരിച്ച് ഏറ്റവും അവസാനം കന്യാകുമാരിക്കടുത്തുള്ള മരുത്വാമലയിലെ പിള്ളത്തട ഗുഹയിൽ ഏതാണ്ട് 5 വർഷക്കാലം ഏകാന്തദീപ്തമായ മഹാതപസ്സിൽ ലയിച്ച് എല്ലാ ദേവീദേവന്മാരെയും അനുഭവിച്ചറിഞ്ഞ് പ്രത്യക്ഷമായി ദർശിച്ച് ദേവീദേവന്മാർക്ക് അതീതമായി പരമമായ ബ്രഹ്മത്തിൽ സമ്പൂർണ്ണ വിലയം പ്രാപിച്ചു. അത് ഗുരുദേവൻ്റെ കൃതികളിൽ സവിസ്തരം എഴുതിയിട്ടുണ്ട്. അത് പറയണമെങ്കിൽ മണിക്കൂറുകൾ എടുത്ത് പറയണം. ഏറ്റവും അവസാനം ഗുരു എഴുതി പറഞ്ഞു, നമ്മുടെ ദൈവം നിസ്തരംഗ സമുദ്രമാകും, നാം ആ സമുദ്രത്തിലെ തരംഗമാകും. നാം ഇതാ ദൈവത്തിൽ വിലയം പ്രാപിക്കുന്നു, നാം ഇതാ ദൈവമായിരിക്കുന്നു, നാം ഇതാ ദൈവം മാത്രമായിരിക്കുന്നു. ഒന്നായി ദൈവം, നാമും ദൈവവും ഒന്നായിരിക്കുന്നു. ഉപ്പുപാവ വെള്ളത്തിൽ വീണാൽ എന്ത് സംഭവിക്കുമോ അതുപോലെ ചെമ്പഴന്തിയിലെ നാരായണൻ സമ്പൂർണ്ണം ദൈവത്തിൽ ലയിച്ചു പോയി. പിന്നെ നാരായണനില്ല. പിന്നെയാണ് ശ്രീനാരായണ പരമഹംസദേവൻ ഉണ്ടായത്. ഈ അനുഭവം വന്നപ്പോൾ ഏതാണ്ട് ഈ അനുഭവ തലത്തിലാണ് സിദ്ധാർത്ഥൻ ശ്രീബുദ്ധനായത്. ഈ അനുഭവ തലത്തിലാണ് യേശു, അതുവരെയും ഇമ്മാനുവേൽ യേശു എന്ന പേരിൽ അറിയപ്പെട്ടവൻ ക്രിസ്തുവായി മാറിയത്. ഈ അനുഭവ തലത്തിലാണ് മുഹമ്മദിനെ നബിയായി വിളിച്ചത്. ഈ അനുഭവ തലത്തിൻ്റെ സാന്ദ്രതയിൽ ചെമ്പഴന്തിയിലെ നാരായണൻ ശ്രീനാരായണ ഗുരുദേവനായി. അവിടുത്തെ ഈശ്വരീയ ഭാവം വ്യക്തമായും മനസ്സിലാക്കണം, സംശീകരിക്കണം. ഗുരുവിനെ നിങ്ങൾ ഹൃദയത്തിൽ, ഗുരുവിനപ്പുറത്ത് മറ്റൊരു ഈശ്വരനില്ല എന്ന ബോധത്തോടുകൂടി പ്രതിഷ്ഠിക്കണം. എനിക്ക് വലിയ സന്തോഷമുണ്ടായി. ഗുരുദേവൻ്റെ മനോഹരമായൊരു അമ്പലമുണ്ട്, അതിൻ്റെ അകത്ത് ഗുരുവിൻ്റെ പ്രതിമയുണ്ട്. പക്ഷെ ആ പ്രതിമ അത്ര ഭംഗിയില്ല. ഞാൻ തുറന്നു പറയുക, അത് കുറച്ചുകൂടെയൊക്കെ അലങ്കരിച്ച് നല്ല ഭംഗിയിൽ വെക്കണം. അത് ശാന്തിക്കാരൊക്കെ അത് നല്ലവണ്ണം ചാർത്തി അലങ്കരിച്ച് വേണ്ടവണ്ണം ഒക്കെ ആയി വളരെ കാണുമ്പോൾ കൈകോപ്പി നമസ്കരിക്കണം. ആ രീതിയിൽ അലങ്കരിച്ച് വെക്കണം. ഇന്ന് പ്രതിഷ്ഠാ ദിനമല്ല, ഈ പ്രതിഷ്ഠാ ദിനത്തിലെങ്കിലും അത് ഗംഭീരമായി അലങ്കരിക്കണം. മനോഹരമായ ക്ഷേത്രം, വളരെ സന്തോഷമുണ്ട്. എനിക്കതിനേക്കാളും ഒക്കെ വലിയ സന്തോഷമുണ്ടായത് ഗുരുദേവൻ്റെ വൃക്ഷം നിങ്ങളിവിടെ നട്ട് അത് കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഈ പ്ലാവ്
ഞാൻ പല സ്ഥലങ്ങളിലും പോയി ഗുരുദേവൻ്റെ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ ഞാൻ അവിടെ ഒരു പ്ലാവ് നട്ടിട്ട് പോരും. SNDP ആവിർഭവിച്ചത് പ്ലാവിൻ്റെ ചുവട്ടിലാണ്. ഈ ഗുരുദേവൻ്റെ സന്യാസംഘം ആരംഭിച്ചതും പ്ലാവിൻ്റെ ചുവട്ടിലാണ്. ശിവഗിരിയിലും പ്ലാവുണ്ട്. നിങ്ങളും ഇവിടെ ഈ നല്ലൊരു പ്ലാവിനെ ഇങ്ങനെ വളർത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഗുരുവിൻ്റെ പരമഭക്തരായ ഇവിടെയുള്ള 1500 വീട്ടുകാരും ഗുരുദേവനെ സമാശ്രയിച്ച് ഗുരുവല്ലോ പരദൈവം നമിക്കുവിൻ സഹജരെ നിയതമീ ഗുരുപാദം നമുക്കിതിൻ പരം ദൈവം നിനക്കിലുണ്ടോ. നമിക്കുവിൻ സഹജരെ നിയതമീ ഗുരുപാദം നമുക്കിതിൻ പരം ദൈവം നിനക്കിലുണ്ടോ. ഗുരുവിനപ്പുറത്ത് ഒരു ദൈവം നമുക്കില്ല. ഒരു ക്രിസ്ത്യാനി യേശുദേവനെ ദൈവമായി കാണുന്നു, അതിനപ്പുറത്ത് വേറെ ആരെങ്കിലും ഭജിക്കാറുണ്ടോ? അതുപോലെ നിങ്ങൾ ഗുരുദേവൻ നമ്മോടൊപ്പം ജീവിച്ചതാ. ഇപ്പോഴും ഗുരുദേവനെ കണ്ട പല ആളുകളും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ആ മഹാഗുരുവിനെ പ്രത്യക്ഷ ബ്രഹ്മമായി, ഗുരു പ്രത്യക്ഷ ദൈവമായി ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ച് ബുദ്ധിയിൽ ഏകലോക ദർശനം നിറച്ച് ജാതിക്കും മതത്തിനും ഭേദചിന്തകൾക്കും അതീതമായി ലോകത്തെ മുഴുവൻ ഒന്നായി കണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാളും ശ്രീനാരായണ ഗുരുവിൻ്റെ സത്യദർശനം അനിവാര്യമാണെന്ന് പ്രചരിപ്പിക്കണം. അതിനുവേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി ഓരോരുത്തരും നിലകൊള്ളണമെന്ന് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ മഹാഗുരുവിൻ്റെ കരുണാകടാക്ഷം ആവോളം നുകർന്ന് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടായി ജീവിതം ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാദങ്ങളിൽ ഞാനിവിടെ സമർപ്പിക്കുന്നു. നമോ വാഗ്ദേവ.